ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല ഞങ്ങളുടെ രവീന്ദ്ര മാസ്റ്റർ മകനാണ് ഞങ്ങൾ കേട്ടിരുന്ന ഒരുവിധപ്പെട്ട എല്ലാ തമിഴ് സോങ്സിന്റെയും ശബ്ദത്തിന്റെ ഉടമ എന്നുള്ളത്. ഗ്രേറ്റ് സർ, ഗ്രേറ്റ് ഫാൻ ഓഫ് യു. ഇപ്പോഴാണ് അത് പറയാൻ പറ്റിയത്. മൈ പ്ലഷർ, മൈ പ്ലഷർ. ഈ ജാമ്യയുടെ ഒരു റീല് വന്നപ്പോൾ തൊട്ടാണ് ഇങ്ങനെ ഒരാളുണ്ടെന്നും ഇങ്ങനത്തെ ഒരാളുടെ വർക്കാണ് നമ്മൾ ഏറ്റവും അധികം ഡാൻസ് ചെയ്യാനും ഒക്കെ ആയിട്ട് ഉപയോഗിച്ചിരുന്നൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത്. ആ റീൽ തന്നെയാണോ? ആ റീൽ എത്രത്തോണ്ട് നവീനിലേക്ക് അത് എത്തിയിട്ടുണ്ട്? ഇല്ല, റീല് നന്നായിട്ട് റീച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. ലൈക്ക് അതായത് എല്ലാരും വിഷ്ണു പറയുന്ന പോലെ എല്ലാരും ഭയങ്കര ഷോക്കായിരുന്നു. ഈ പാട്ടൊക്കെ എല്ലാരും കേട്ട് ഇവിടെ നല്ല ഹിറ്റായ പാട്ടുകളാണ് നാട്ടില്. എനിക്ക് ഒബ്വിയസ്ലി വിജയ് സാറിന് വന്നിട്ട് തമിഴ്നാട് കഴിഞ്ഞാൽ പിന്നെ കേരളത്തിലാണ് കൂടുതലും ഫാൻസ് ഉള്ളത്. അതെ, നമ്മുടെ സൂപ്പർ സ്റ്റാർ ആണ്. അതെ, എനിക്ക് അവിടെ ഫ്രണ്ട്സ് ഒക്കെ വിളിച്ച് പറയാറുണ്ട്, അച്ഛന്റെ ഫ്രണ്ട്സ് ഒക്കെ ചിലപ്പോൾ വിളിച്ച് പറയാറുണ്ട് ഇതുപോലെ പാട്ട് നല്ല ഹിറ്റ് ആയിട്ടുണ്ട് ഇവിടെ എല്ലാം നല്ല ഇതിലൊക്കെ പോകുന്നുണ്ട് പറഞ്ഞിട്ട്. പക്ഷെ നമ്മൾ വന്നിട്ട് അത്ര ഒരു ശ്രമം നടത്തിയിട്ടില്ല. അതാണ് സത്യം. ആക്ച്വലി നമ്മൾ നമ്മുടെ സൈഡിൽ നിന്ന് അത്ര കൊടുത്തിട്ടില്ല. അതുകൊണ്ട് ലൈക്ക് പീപ്പിൾ ഐ എം എ പ്ലേ ബാക്ക് സിംഗർ, സോ നോട്ട് ഇൻ ദ ഫ്രണ്ട്, സോ പ്രോബ്ലി ഐ വുഡന്റ് ബ്ലെയിം. പക്ഷെ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടി എന്താ പറയാ, ഈ റീൽ എത്തുന്നതോട് കൂടിയിട്ട് കുറേം കൂടി ആളുകൾ മനസ്സിലാക്കാനും മെസ്സേജ് ചെയ്യാനും ഒക്കെ വരുന്നുണ്ടെന്നാണ് എൻ്റെ ഒരു അറിവ്. അതെ അതെ, തീർച്ചയായിട്ടും അല്ലേ. എന്ത് വെച്ചാല് അച്ഛന്റെ മേളിലുള്ള ഭയങ്കര ഒരു ഇതാണ് ആക്ച്വലി. അച്ഛൻ ഇത് സപ്പോസ് ഐ വാസ് നോട്ട് രവീന്ദ്ര മാഷസ് സൺ, ഐ വുഡ് ഹാവ് ബീൻ എ സിംഗർ. ബട്ട് ഇത് ഭയങ്കര ഷോക്ക് പറഞ്ഞാൽ അവരുടെ വന്നിട്ട് രവീന്ദ്ര മാഷിന്റെ മകനാണ് അത്. ആൻഡ് ദേ ഫീൽ ലൈക്ക് ആസ് വാട്ട് എവർ യു സെഡ്, ദേ ഫീൽ സോ ബാഡ്. രവീന്ദ്ര മാഷിന്റെ സൺ വന്നിട്ട് ഹൗ ഇസ് ദാറ്റ് വി ഡിഡ്ന്റ് ഈവൻ റെക്കഗ്നൈസ് ആൻഡ് ഈവൻ ലൈക്ക് ഗിവ് ഹിം ദ പ്രോപ്പർ പ്ലേസ്. അതാണ് ഒത്തിരി പേര് എന്റെ അടുത്ത് മെസ്സേജ് ചെയ്യുന്നത്. അയ്യോ ഐ എം വെരി സോറി, ഐ ഡിഡ്ന്റ് നോ ലൈക്ക് ഇറ്റ് വാസ് യു. അത് ഭയങ്കര ഒരു ഷെയിംഫുൾ തിങ് ആണ്. എനിക്ക് പറയാൻ തന്നെ ഭയങ്കര ഐ ഫീൽ സോ ഷെയിംഡ്. അങ്ങനെയാണ് ആക്ച്വലി ഒത്തിരി പറയുന്നത്. ഇപ്പൊ അച്ഛന്റെ മേലുള്ള ഒരു ഭയങ്കര ഇതുമാണ്. ഇപ്പൊ ഇന്ത്യയിലല്ല, കേരളത്തിലും ഇല്ല, ചെന്നൈയിൽ എവിടെയും ഇല്ല. ഇപ്പൊ എവിടെയാണ് ഉള്ളത്? എന്താ ചെയ്യുന്നത്? എവിടെയാ ശരിക്കും? ഞാൻ വന്നിട്ട് ഇപ്പൊ UK സെറ്റിൽ ആയിട്ട് 2 years ആയി. ഓക്കെ ഓക്കെ. 2022 November we came here. അത് എന്ത് വെച്ചാല് പ്രോപ്പറായിട്ട് പറഞ്ഞാല് my wife had an opportunity here. She is working in MNC. Okay. So adu oru 8 years she is working there. So അവർ വന്നിട്ട് മുമ്പേ പറഞ്ഞിരുന്നത് പോലെ പല പ്രാവശ്യം ഇങ്ങനെ ഒരു ഔട്ട്സോഴ്സിന്റെ ഇത് വന്നിട്ടുണ്ട് ആക്ച്വലി അബ്രോഡില്. പക്ഷെ അപ്പോഴൊക്കെ വന്നിട്ട് നമ്മൾ അവിടെ നിന്ന് മാറി നിൽക്കാൻ ഒക്കത്തില്ല. എന്റെ പണി മൊത്തം അവിടെയാണല്ലോ. സോ റെക്കോർഡിങ് എവറിത്തിങ് ഹാപ്പൻസ് ഇൻ ചെന്നൈ, നമ്മുടെ നാട്ടില്. So adu vannitu was never an option of moving out from India. We didn't have a second thought. No ways, we cannot go. പക്ഷേ ഈ കോവിഡ് വന്നപ്പോൾ 2 years we were completely stuck at home and we started working from home. Okay. So നമ്മുടെ റെക്കോർഡിംഗ് അങ്ങനെ ആയിരുന്നു. വീട്ടിൽ മൊത്തം സെറ്റപ്പ് ഉണ്ടാക്കി അവിടെ നിന്ന് പാടുന്നതും. So we also learned how to work from anywhere, not going to a particular place. So അങ്ങനെ ആവുമ്പോൾ ലൈക്ക് കോവിഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഈ ഓഫർ വന്നപ്പോൾ ഷീ ജസ്റ്റ് കെയിം അപ്പ് വിത്ത് സെയിങ് UK ഒരു ഓഫർ വന്നിട്ടുണ്ട്, ലെറ്റ്സ് കൺസിഡർ. അങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കും തോന്നി വൈ നോട്ട്. ബിക്കോസ് ലൈക്ക് ഇവിടെ വന്നെങ്കിൽ ഞാൻ പറഞ്ഞ ലൈക്ക് ഇറ്റ്സ് നോട്ട് ലൈക്ക് ബോസ്റ്റിംഗ്, ബട്ട് ഞാൻ പാടി ആക്ച്വലി അത്യാവശ്യം എല്ലാവരും പാടി. ധനുഷിന് പാടി, വിജയ് സാറിന് പാടി, അജിത്തിന് പാടി, എല്ലാവരും ഓൾ ദ മെയിൻ ആക്ടേഴ്സ് ഹാവ് സങ്, മെയിൻ കമ്പോസേഴ്സ് ഹാവ് സങ്. So now my hunt is on something else, like not as a playback singer. I just want to come out and explore more on music, more on new gen music. So angane that also was running in my head, like okay. So adu like both together UK is a place of music. So angane vannitu oru idu vannappo I thought, okay, why not try just take a little deviation from this recording, then playback singing. അങ്ങനെ ചെയ്തിട്ട് കുറച്ച് നമുക്ക് ഇങ്ങോട്ട് പോയി നോക്കാം. മ്യൂസിക് അല്ലേ, അത് കിടപ്പുണ്ട് ഇങ്ങനെ. So probably like that is one more thing I decided, okay fine. It just took 1 month. 1 monthly we just thought, okay fine. One weekly we decided, we applied for everything, got everything. 1 monthly we moved from Chennai. Because initially I didn't tell mom, because
നെവർ ബീൻ ലൈക്ക് ദിസ്. ഓക്കെ, ഈ ഇത്ര വർഷമായി, 45 വർഷമായി, ഇതെനിക്ക് അങ്ങനെ ഇരുന്നിട്ടേ ഇല്ല. ലൈക്ക് ഷീസ് ഇൻ കേരള, ചെന്നൈ, എപ്പോഴെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും വിൽ ജസ്റ്റ് ഗോ മീറ്റ്. ഇതൊക്കെ പറഞ്ഞപ്പോ ഷീ വാസ് ലൈക്ക്, വാട്ട് ആർ യു സേയിങ്, യു ആർ ഗോയിങ് ടു UK, ലൈക്ക് എത്ര ദൂരം ഉണ്ട് അറിയാമോ? ലൈക്ക് സോ ഐ സെഡ് ഓക്കെ, ഐ മേഡ് മോം വാസ് അണ്ടർസ്റ്റാൻഡ്, അമ്മ ഇങ്ങനെയാണ് നമുക്ക് പോയ. ആൻഡ് ഐ ഹാവ് എ ഡോട്ടർ, ലൈക്ക് ഷീ ഈസ് 12 years old. സോ അതൊക്കെ ആലോചിക്കുമ്പോ ഐ തോട്ട് ഓക്കെ, ദിസ് എ റൈറ്റ് ടൈം, ലൈക്ക് ദ റൈറ്റ് പ്ലേസ്, അങ്ങനെ ഒരു തോന്നൽ ആക്ച്വലി, ലൈക്ക് സംതിങ്, ഒരു ഇൻറ്റ്യൂഷൻ പോലെ. ഓക്കെ, വൈ നോട്ട്. ഇപ്പോൾ പാട്ടുകളെ പറ്റി പറയുകയാണെങ്കിൽ ഏറ്റവും അധികം ചെയ്തിട്ടുള്ളത് അടിച്ചു പൊളി പാട്ടുകളാണ്, ആളുകൾ ഡാൻസ് ചെയ്യിപ്പിക്കുന്ന പാട്ടുകൾ. എല്ലാ മെയിൻ സ്ട്രീം ഹീറോസിൻ്റെയും ഇൻട്രോ സോങ്സ് പാടിയിട്ടുണ്ട്. ആൻഡ് യു ഡിഫൈൻഡ് ലൈക്ക് 90s കിഡ്സ് ചൈൽഡ്ഹുഡ്. അപ്പോൾ ഞാൻ പോക്കിരി എന്നുള്ള പടം തൊട്ട് തുടങ്ങിയാണ്, അതാണ് ഏറ്റവും വലിയ ബ്രേക്ക് ത്രൂ ഉള്ളത്. മറ്റു പാട്ടുകൾ പാടിയിട്ടുണ്ടെങ്കിൽ പോലും കേട്ടിട്ടുണ്ട്. മണീഷ് ശർമ്മ ശങ്കർ മഹാദേവന്റെ വോയിസിന് വേണ്ടിയിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചൊരു പാട്ടാണ്. നവീന് തന്നിട്ട് പറഞ്ഞു 100% നീ കൊടുത്ത് പാടണം, നമുക്കിത് വർക്ക് ചെയ്യണം, ഇത് എന്റെയും കൂടി വാശിയാണ്. ആടുങ്കട എന്നെ സുത്തിയുടെ ബാക്ക്ഗ്രൗണ്ടിലെ കഥ പറയാമോ? It was very challenging and very thrilling, and that's a life changing, like opportunity, like it doesn't knock every time. So have to be like എന്ത് പറയുന്നത്, ഭയങ്കര ഇതായിരുന്നു. It is a time where actually we are waiting to prove something, waiting to get out, do something big. So opportunities അങ്ങനെ വരത്തില്ല, എസ്പെഷ്യലി ദിസ് ഫീൽഡ് വന്നിട്ട് നമുക്ക് എവിടെ നിന്ന് കിട്ടുന്നറിഞ്ഞല്ലോ നമുക്ക്. So by God's grace, like I had a godfather, Manish Sharma sir, and അതിനു മുമ്പ് ഒത്തിരി ഹാർമണീസ്, and I have sung Telugu song for him before that. This was a big, actually, Vijay sir vanittu especially opening song parana, that's a different level of like entry to the music career actually. So angana avalekkumbo tension ayirunnu, like he gave the whole thing on me. Okay, he trusted on me. He said like, okay, do it. And it was completely like very challenging ayirunnu, because we took a couple of days correction account ayirunnu. Pinna he gave the studio to me. We should say like, literally, like he said, I want the best out of you, not just okay or a track song. Idu ninde song aayittu nee paadu, angananu sherikum paranja actor, this is your song, consider that is your song and sing it. So all thanks to him. Otherwise definitely I don't know where it would have gone. അപ്പോൾ വിജയ് ഇന്നത്തെ വിജയ് ആവാനും പ്രധാനപ്പെട്ട സിനിമ പോക്കരി എന്നുള്ള സിനിമയാണ്, അതിലത്തെ ഓപ്പണിംഗ് സോങ് ആണ്. അതിൻ്റെ ആ കോസ്റ്റ്യൂംസ്, ഇപ്പം നവിൻ്റെ വോയിസ് പോലും വിജയുടെ അത്ര സിംഗാണ്. എത്രയോ ആക്ടിവിറ്റീസ് ചെയ്തിട്ടാണ് വിജയ് ആ പാട്ട് പാടുന്നത്, ഷൂട്ടൊക്കെ വെച്ച് ഇതൊക്കെ ചെയ്ത് കുറേ. പക്ഷെ അവിടെ കറക്റ്റ് സിങ്ക് ആണത്. ഇപ്പം ലാലേട്ടൻ പാടുമ്പോൾ MG ശ്രീകുമാറിന് അത്രയും സിങ്ക് ആയിരുന്ന പോലെ പെർഫെക്റ്റ് സിങ്ക് ആണ് ആ പാട്ട്. ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട് ആക്ച്വലി കറക്റ്റ്. അത് ഇപ്പോഴും വന്നിട്ട് വിജയ് സാറിന്റെ ഫാൻസ് ഒത്തിരി പേരിനെ എനിക്കറിയാം കേട്ടോ. അപ്പൊ അവരൊക്കെ പറയും ഇപ്പോഴും വന്നിട്ട് പോക്കരി പൊങ്കൽ ആണ് ടോപ്പ്. ഇഫ് വിജയ് സാറിന്റെ ഓപ്പണിംഗ് സോങ് പറഞ്ഞ ആ ഡാൻസും ആ ലുക്കും ആ കോസ്റ്റ്യൂം ദ സോങ് ആസ് ഇറ്റ് ഒരു മേളാണ് ആക്ച്വലി. ഇറ്റ്സ് എ ഗ്രൂപ്പ്. അത് BGM ആവട്ടെ, BGM പ്രഭുദാസ് സാർ വന്നിട്ട് ചേർന്ന് ഡാൻസ് കളിക്കുന്ന അതൊക്കെ വന്നിട്ട് ഇറ്റ്സ് ഓൾവേസ് ഹൈലൈറ്റ് ഫോർ വിജയ് സാർ. എന്റെ ബെസ്റ്റ് ആണ് ആക്ച്വലി. പോക്കരി പൊങ്കൽ ഒന്ന് പാടാവോ? ஆடுங்கடா என்ன சுத்தி நான் ஐயனாரு வெட்டு கத்தி பாட போறேன் என்ன பத்தி கேளுங்கடா வாய பொத்தி கடா வெட்டி பொங்க வச்சா காளியத்தா பொங்கலடா துள்ளிக்கிட்டு பொங்க வச்சா ஜல்லிக்கட்டு பொங்கலடா அடியும் உதையும் கலந்து வச்சு விடிய விடிய விருந்து வச்சா போக்கிரி பொங்கல் போக்கிரி பொங்கல் இடுப்பு எலும்பு ஒடிச்சு வச்சு அடுப்பில்லாம எரிய வச்சா போக்கிரி பொங்கல் போக்கிரி பொங்கல் மாமே.